ഇതിന് സ്വഭാവനാണല്ലോ ശോഭ എപ്പോഴും ശോഭിക്കുക കിടക്ക് പുറത്താണ്. ഞാൻ കേട്ടു ഇത്രയ്ക്ക് ആളില്ലേ CPM CPI ഇവനെ കിട്ടിയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള എത്രയോ ആൾക്കാരുണ്ട്. അപ്പം അധികാരം വിടാൻ തയ്യാറല്ല. ഇപ്പോഴും ഗവൺമെൻറ് നാട്ടുകാരുടെ ഇപ്പോൾ കാശ് വെച്ച് സൂഹിക്കുക, അതാണ് ആഗ്രഹം. ഇനിയിപ്പോൾ VD സതീശനെതിരായിട്ടുള്ള എല്ലാ ആരോപണവും ഉന്നയിച്ച് എങ്ങനെയെങ്കിലും ഇത് തകർക്കാനേ നോക്കും. പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയനാണ് വരുന്നത്. എന്താണ് പിണറായി വിജയൻ ശോഭിക്കും? ഇതിന് സ്വഭാവനാണല്ലോ ശോഭ എപ്പോഴും ശോഭിക്കുക കിടക്ക് പുറത്താണ്. അതൊക്കെ അങ്ങനെ നിൽക്കും. പക്ഷേ വിദേശം ഇതൊക്കെ കൺട്രോൾ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അയ്യോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ കേട്ടു ഇത്രയ്ക്ക് ആളില്ലേ CPM CPI ഇവനെ കിട്ടിയുള്ള അയ്യോ നേരെ ഇരുന്നില്ല ഭരിക്കാൻ സമ്മതിക്കൂല. അത് തന്നെ പേര് അവിടെ ഇരുന്നോണ്ട് ചൊറിയും. ഇവൻ ഭരിക്കാൻ സമ്മതില്ല. ഇവൻ പറഞ്ഞങ്ങ ഇവൻ്റെ അണികൾ പറയണ 10 ദിവസത്തെ ആയുസ ഉള്ളെന്ന് VD സതീശന്. ബാക്കി ഇവൻ കൊണ്ട് സെൻട്രൽ ജയിലിൽ ഇട്ടായിരുന്നു. പിണറായി വിജയൻ വന്നാൽ പാർട്ടിയുടെ ആളെന്നുള്ള രീതിയിൽ ശോഭിക്കും. പഴയ മുഖ്യമന്ത്രിയാണെന്നുള്ള രീതിയിലും അതേ പറയാനുള്ളൂ. എൻ്റെ അഭിപ്രായം അനുസരിച്ച്, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അനുസരിച്ച്, ഇത്രയും വർഷം ഒരു മുഖ്യമന്ത്രിയായിട്ട് 10 വർഷം ഇരുന്നിട്ട് പ്രതിപക്ഷമായിട്ട് വരുന്നത് നല്ലതോ ചീത്തയാണെന്നുള്ളത് നമുക്ക് ജനങ്ങളിലോട്ട് വിടാം. ഐ തിങ്ക് അങ്ങേർക്ക് കുറേ ഓപ്പർച്യൂണിറ്റി കൊടുത്തു. 10 വർഷം 12 വർഷം അങ്ങേര് ഭരിച്ചു. അത് കഴിഞ്ഞിട്ടും ചെയ്യാനുള്ളത് ചെയ്തിട്ടില്ല. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് ഡിസേർവ് ദാറ്റ് പ്രതിപക്ഷത്തിൽ തന്നെ ഇരിക്കണം അങ്ങേര്. ഓഫ് കോഴ്സ് അങ്ങേര് അങ്ങനെ വിടാൻ പോണം, വിടൂലല്ലോ. സോ ഹി വിൽ വോണ്ട് ടു കം ബാക്ക് ടു പവർ. അതുകൊണ്ട് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണോ അങ്ങേര് ചെയ്യും. ഒരു പാർട്ടി ഒരു നിലപാടെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എത്ര ഇപ്പോൾ VS അച്യുതാനന്ദനെതിരെ അതുപോലെ EMSനെതിരെ വരെ നടപടി എടുത്തിട്ടുള്ളൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇന്ന് ആ പാർട്ടിക്ക് അങ്ങനെ ഒരു നടപടി എടുക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ടാണ് പിന്നെന്ത്, അത് സംശയമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഈ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ തുടക്കത്തിലേ അതിനെ ലെവൽ ചെയ്യാമായിരുന്നു. ഈ നമ്മളെ ഇപ്പോൾ സീറ്റ് കൊടുക്കുന്നതിൽ തന്നെ ആശ്രിത ബന്ധുക്കളുടെ സീറ്റ് കൊടുത്തപ്പോഴത്തേക്കൊക്കെ തന്നെ താഴെ തട്ടിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അത് തിരുത്തിയിരുന്നെങ്കിൽ ഇന്ന് പാർട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പോൾ 35 സീറ്റല്ലേ ഉള്ളൂ. ഒരു രാജ്യസഭാ മെമ്പറിനെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. പഴയ പാർട്ടിയുടെ പ്രതാപം അല്ലെന്ന്. അത് അത്ര ശോഭിക്കുമെന്ന് തോന്നണില്ല. അത് കണ്ടറിയാം. പിണറായി അങ്ങനെയല്ല. പിണറായി ഒറ്റക്കാലിലാണ്, അങ്ങനെ ഒറ്റക്കൊമ്പൻ. ഇല്ല, എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുകയല്ലേ, നിലവിലെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പം എല്ലാ ആരോപണവും ഇനിയിപ്പം ഉന്നയിക്കും. അദ്ദേഹം ഇപ്പോൾ ഇത് വിജയിക്കാത്തതുകൊണ്ട് അയാൾ ഇനി ഉള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിക്കും. ഇനിയിപ്പോൾ VD സതീശനെതിരായിട്ടുള്ള എല്ലാ ആരോപണവും ഉന്നയിച്ച് എങ്ങനെയെങ്കിലും ഇത് തകർക്കാനേ നോക്കും. ഇത്രയും സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പെട്ടെന്ന് കേരളത്തിൽ കുറയുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അപ്പം പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളിനെ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ VDയെ പോലെ ആളുകൾ പാർട്ടിയിലും വരട്ടെ. അത് വേണ്ട, പഴയ ആൾക്കാർ തന്നെ പ്രതിപക്ഷത്തിൽ നിന്ന് തന്നെ ഫ്രണ്ടിലോട്ട് പോകാമെന്ന് ഉദ്ദേശിച്ചാൽ പാർട്ടി പരിശോധിക്കണം. പാർട്ടി പരിശോധിച്ചാൽ മാത്രമേ അതിനൊരു ഉത്തരം കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ് VD സതീശൻ നമ്മളെല്ലാവരും കൈ എടുത്ത് ഉയർത്തിയത്? അതുപോലെ പിണറായി വരണോ എന്നുള്ളത് പാർട്ടി പഠിക്കണം. പാർട്ടി പഠിച്ച് പ്രതിപക്ഷത്തിൽ ആര് വരണമെന്നുള്ളത് ഉണ്ടായിരുന്നാൽ മാത്രമേ ഇനി പാർട്ടിക്കൊരു ലക്ഷ്യബോധം വരുള്ളൂ. അയാൾക്ക് അതിനുള്ള അർഹതയില്ല. അതിനുള്ള പല പാർട്ടികളും അവരുടെ ഓരോ ജില്ലകൾ പോലും ഇപ്പോൾ എതിർക്കുന്നുണ്ട്. ഇതിൽ നിന്ന് രാജിവെച്ച് മാറണമെന്നും അവർ തന്നെ അവരകത്തുണ്ട്. അത് ഏത് രീതിയിൽ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. അയാൾക്ക് ഇതിനുള്ള അർഹതയില്ല. അയാൾ ഇതിനകത്ത് കയറ്റാനേ പാടില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ആവശ്യമില്ല. ഈ പ്രായത്തിൽ ഇനി അധികാരം 10 കൊല്ലം ഇതിലിരുന്നേയില്ല. ഇനി അതിൻ്റെ ആവശ്യമില്ല. യങ്സ്റ്റേഴ്സ് ആർക്കെങ്കിലും കൊടുത്തുകൂടായിരുന്ന, ഈവൻ മരുമോന് കൊടുത്താലും കുഴപ്പമില്ലല്ലോ. ഈ വയസ്സായ കാലത്തും ഇനി വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട് അതിൻ്റെ അവസാനം മരിക്കുന്നവരെ അതിൻ്റെ ആനുകൂല്യം കംപ്ലീറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ആഗ്രഹമല്ലേ. എത്രയോ യങ്സ്റ്റേഴ്സ് ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കാൻ ചാൻസ് കൊടുക്കാമല്ലോ. നല്ല വിദ്യാഭ്യാസമുള്ള എത്രയോ ആൾക്കാരുണ്ട്. അപ്പം അധികാരം വിടാൻ തയ്യാറല്ല. ഇപ്പോഴും ഗവൺമെൻറ് നാട്ടുകാരുടെ ഇപ്പോൾ കാശ് വെച്ച് സൂഹിക്കുക, അതാണ് ആഗ്രഹം. 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആൾ ഓപ്പോസിറ്റ് ലീഡറായിട്ട് വരുന്നു. ഒരു ഇതേ ഉള്ളൂ, പ്രത്യേകിച്ച് തോന്നില്ല. വളരെ മോശം. അയാളെ ജനം തള്ളിക്കളഞ്ഞതല്ലേ, അതായത് തോറ്റു. അപ്പോൾ പിന്നെ അയാളെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാക്കുമ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നത് പോലെയാണ് തോന്നുന്നത്.
വേറെ മറ്റു നേതാക്കളില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും പിണറായി വിജയൻ സാർ അത് ശോഭിക്കും. തീർച്ചയായിട്ടും നല്ല പ്രതിപക്ഷ നേതാവായിരിക്കും. കാരണം പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് നേരായ രീതിയിൽ ഭരണം നടത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇവർ നല്ല രീതിയിൽ കട്ടുമുടിക്കും. കോൺഗ്രസ് നല്ല രീതിയിൽ കട്ടുമുടിക്കും. അതുകൊണ്ട് നല്ല പ്രതിപക്ഷ നേതാവായിരിക്കും. ശോഭിക്കൂല, ഒരിക്കലും ശോഭിക്കൂല. പുള്ളിയുടെ ഒറ്റ കാരണം കൊണ്ടാണല്ലോ ഇപ്പം ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇനി വീണ്ടും പുള്ളിയെ തന്നെ പിന്നെ പ്രതിപക്ഷ നേതാവാക്കി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു വ്യത്യാസം വരില്ലേ? അതിനേക്കാളും നല്ലത് പാർട്ടിയിൽ എത്ര സീനിയർ നേതാക്കൾ അതുപോലെ ഉണ്ടല്ലോ, അവരെ ഇരുത്തിക്കൂടെ? പാർട്ടി തന്നെ വേറെയും ചെറുപ്പക്കാരുണ്ടല്ലോ, അവരെയൊക്കെ ആക്കണം മറ്റേ പ്രതിപക്ഷത്തോട്ട്. ഇനി ഇദ്ദേഹമൊക്കെ ഇനിയൊക്കെ ഇത്ര ആളും മുഖ്യമന്ത്രി ആയിട്ടിരുന്ന ആളല്ലേ, ഇനി ഇത്തിരി റെസ്റ്റൊക്കെ എടുക്കണം. ശക്തനായിട്ടുള്ള പ്രതിപക്ഷമായിരിക്കും. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ശക്തമായിരിക്കും. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാനേ പറ്റുള്ളൂ. അത് നമ്മൾ ഈ ഇതെല്ലാം കഴിഞ്ഞാലേ അറിയാവൂ. ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജല്ലേ ആയുള്ളൂ. കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് അതിൻ്റെ. അതെ, ഇനി ഇദ്ദേഹം എപ്പോഴും വരാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അത് ഇനി മറ്റേ ബാലഗോപാലിനെ ഏൽപ്പിക്കുമോ അതൊന്നും അറിയാൻ വയ്യ. പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ സാറ് വന്നാൽ നല്ല രീതിയിൽ ശോഭിക്കും. പക്ഷേ എന്നും സമരവും റോഡിൽ അടിയും പിടിയും ഉണ്ടാക്കാതെ നല്ലൊരു പ്രതിപക്ഷമായിട്ടിരുന്നാൽ ജനങ്ങൾക്ക് അവരെ ഇനി ഇഷ്ടപ്പെട്ടാൽ അടുത്ത് തന്നെ അവർക്ക് വരാം.